Dear students, welcome to the second class on coordinates of 10th Standard Mathematics. An introductory class on coordinates that we have done. There you have learned, if we consider two mutual perpendicular number lines and place it on a surface, we can give address to every points on that surface. രണ്ട് മ്യൂച്വൽ പെർപെൻഡിക്കുലർ നമ്പർ ലൈൻസ് ഒരു സർഫസിൽ ഒരു പ്ലെയിൻ സർഫസിൽ കൊണ്ടുപോയി വെച്ചാൽ ആ സർഫസിലുള്ള ഏത് പോയിന്റിനും അഡ്രസ്സ് കൊടുക്കാം അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് കൊടുക്കാം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ ഒരു ഗിവൺ അഡ്രസ്സിൽ ഒരു പോയിന്റിനെ എങ്ങനെ കണ്ടെത്താം, എങ്ങനെ പ്ലോട്ട് ചെയ്യാം, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Moreover, we have found the distance between 2 points on x-axis and 2 points on y-axis. X-axis-ലുള്ള രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാണാം, y-axis-ലുള്ള രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാണാം എന്നും പറഞ്ഞു. ഓക്കെ, ഇന്ന് if we take any 2 points on a surface, it need not be on the xy axis. If we take a random 2 points somewhere from that surface, how can we find out the distance between that 2 points? ആ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാണാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലംസ് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിലെയും ഇന്ന് ആദ്യം പറയുന്ന കാര്യങ്ങളെയും ബേസ് ചെയ്യുന്ന പ്രോബ്ലംസും നമ്മൾ തുടർന്ന് ചെയ്യും. ഓക്കെ, വി അറ്റൻഡ് ചെയ്യും. Now, in the first class, we have discussed if we take all points on the x-axis, all those points get their y-coordinate 0. x-axisലെ ഏത് പോയിന്റിൻ്റെയും y-coordinate 0 ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സിനെ നമ്മൾ ജനറലായിട്ട് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിനെ x1 0 എന്നും മറ്റേ പോയിന്റിനെ x2 0 എന്നും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ if x1 0 and x2 0 are 2 points on the x-axis, we have found the distance between them is absolute value of x1 minus x2. Like that, if we take the y-axis, all points on the y-axis get their x-coordinate 0. y-axisലെ എല്ലാ പോയിന്റ്സിൻ്റെയും x-coordinate 0 ആയിരിക്കും. നമ്മൾ രണ്ട് പോയിന്റ്സിന് ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ടേക്കൺ as 0y1 and 0y2. ആദ്യം x-coordinate പറയണം, that is 0. 0y1 and 0y2 are 2 points on the y-axis, then the distance between them is absolute value of y1 minus y2. These two things that we have discussed already in the first class. Okay, ഞാൻ ഒന്നും കൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. Now see, instead of these points on the xy axis, if we take a line, if we draw a line parallel to x-axis, x-axisന് പാരലൽ ആയിട്ട് ഞാനൊരു ലൈന് വരയ്ക്കുകയാണെന്ന് സപ്പോസ് ചെയ്യാം. ഈ ലൈനിൻ്റെ എവിടെന്നെങ്കിലും രണ്ട് പോയിന്റ്സ്, ഈ ലൈനിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സിനെ ഞാൻ മാർക്ക് ചെയ്യാണ്, അത് എൻഡ് പോയിന്റ്സ് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, വി ഹാവ് ഫൗണ്ട് if we consider a line parallel to x-axis, all the points on this line must get their y-coordinate same. x-axisന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിലെ എല്ലാ പോയിന്റിലെയും y-coordinate സെയിം ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ നിന്ന് എവിടെ നിന്ന് പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ചാലും ഒരൊറ്റ പോയിന്റിലേക്കായിരിക്കും വീഴുക. ഓക്കെ, ഇവിടെ അപ്പം നമ്മൾ ഈ ലൈന് എവിടെയും വരക്കാം എന്നുള്ളതുകൊണ്ട് y-axisൽ വീഴുന്ന പോയിന്റ് ഒരു ഫിക്സഡ് നമ്പർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എ എന്നുള്ളൊരു നമ്പറിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് x-ആക്സിസിൻ്റെ ഇവിടെ വന്ന് വീഴും, ഈ പോയിന്റ് x-ആക്സിസിലേക്ക് വരച്ചാൽ ഇവിടെ വന്ന് വീഴും. അതുകൊണ്ട് എക്സുകൾ വീഴുന്ന രണ്ട് പോയിന്റ്സിനെ x1 എന്നും x2 എന്നും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകൾ രണ്ടും വീഴാനുള്ളത് ഒരു ഫിക്സഡ് പോയിന്റിലേക്ക് എ എന്നുള്ള പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദി കോർഡിനേറ്റ് ഓഫ് ദിസ് പോയിന്റ് ഈസ് x1 a ആൻഡ് ദി കോർഡിനേറ്റ് ഓഫ് ദിസ് പോയിന്റ് വിൽ ബി x2 a. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതായത് ഇവിടെ നിന്നും x-ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ രണ്ട് സ്ഥലത്തായിരിക്കും എന്ന് പറയുമ്പോൾ ദെയർ x കോർഡിനേറ്റ്സ് ആർ ഡിഫറെൻറ്റ് ബട്ട് y കോർഡിനേറ്റ്സ് ഷുഡ് ബി സെയിം എന്ന് സൂചിപ്പിക്കാനാണ് രണ്ടിനും a കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഇഫ് യു ഡ്രോപ്പ് പെർപെൻഡിക്കുലർ ടു x-ആക്സിസ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു x-ആക്സിസിലുള്ള രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് x1 മൈനസ് x2 കണ്ടാൽ മതി. ഓക്കെ, ഇഫ് യു ഡ്രോപ്പ് എ perpendicular from this point to x-axis, there it must have fallen on the x1 on x-axis. ഈ പെർപെൻഡിക്കുലർ ഈ പോയിന്റിൽ നിന്ന് x-ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ പെർപെൻഡിക്കുലർ വീണ സ്ഥലത്ത് അത് ഫാൾ ചെയ്ത സ്ഥലത്തുള്ള പോയിന്റ്, ദറ്റ് പോയിന്റ് ഷുഡ് ബി x1. അവിടെ ഉണ്ടാകേണ്ട പോയിന്റ് x1 ആയിരിക്കും. ഈ പോയിന്റ് x1 ആയതുകൊണ്ടാണ് ഇവിടെ x1 എന്ന് കിട്ടിയത്. therefore the coordinate of this point is x1 0. Like that, if you drop a perpendicular from this point to x-axis, it will fall at a point, we call that point at x2 like that. Therefore the coordinate of this point will be x2 0. Okay,
Therefore, we have drawn perpendicular from here to this, means this angle is 90 degree, this one is 90 degree. As this one is already parallel to x-axis, this one is a rectangle now. Okay, therefore, what much distance is there here? ഈ ഡിസ്റ്റൻസ് കാണാനാണ് നമ്മുടെ ഉദ്ദേശം. അതിന് ഇത് കണ്ടാലും മതി, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടാലും മതി, ബിക്കോസ് ദേ ആർ ദി ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ റെക്ടാങ്കിൾ. ദിസ് വൺ ഈസ് x10, ദിസ് വൺ x20, മീൻ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ് ഈസ് ആബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് x1 മൈനസ് x2 നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. എന്ന് പറയുമ്പം എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈന് വരച്ചാലും ആ ലൈനിലെ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, എക്സ് കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസിൻ്റെ ആബ്സൊല്യൂട്ട് വാല്യൂ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ഏത് ലൈനിലെയും രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ രണ്ട് പോയിന്റ്സ് തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് കാണാൻ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ഒരു ലൈനിലെയും രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഇതേപോലെ തന്നെ നമുക്ക് വൈ ആക്സിസിന് പാരലായിട്ടുള്ള ഒരു ലൈന് വരച്ചാൽ ആ ലൈനിലെ ഏത് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും വൈ കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ന് നമുക്ക് ഇതേ പോലെ തെളിയിക്കാൻ കഴിയും. അത് ഞാനിനി നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നില്ല, വളരെ ഈസി ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എക്സ് വൈ ആക്സിസിലൊന്നും അല്ലാതെ ഒരു പോയിന്റിനെ നമ്മൾ പരിഗണിക്കാൻ പോവാം. എക്സ് വൈ ആക്സിസിലല്ലാതെ ഒരു പോയിന്റിനെ പരിഗണിച്ചു കഴിഞ്ഞാൽ, ലെറ്റ് ദിസ് പോയിന്റ് ഈസ് നൈദർ ഓൺ എക്സ് ആക്സിസ് നോർ ഓൺ വൈ ആക്സിസ്. ഞാനൊരു പോയിന്റിനെ ഇവിടെ മാർക്ക് ചെയ്യാണ്. ആ പോയിന്റ് എക്സ് ആക്സിസിലോ വൈ ആക്സിസിലോ അല്ലാത്ത ഒരു പോയിന്റാണ്. സി, ഹിയർ ഐ ഹാവ് ഡ്രോൺ എ പോയിന്റ്. ഇത് എക്സ് ആക്സിസിലും അല്ല വൈ ആക്സിസിലും അല്ല എന്ന് പറഞ്ഞാൽ എക്സ് വൈ കോർഡിനേറ്റ്സ് ഒന്നും സീറോ അല്ല എന്നർത്ഥം. ദിസ് പോയിന്റ് ഐ ക്യാൻ നെയിം ഇറ്റ് ബൈ എ. ദി കോർഡിനേറ്റ് ഓഫ് ദാറ്റ് പോയിന്റ് ഈസ് x1 y1. ഓക്കെ, ഞാൻ ഈ പോയിന്റിനെ x1 y1 എന്ന് വിളിക്കുകയാണ്. സംവെയർ ദർ ഹിയർ ഐ ആം ഗോയിങ് ടു മാർക്ക് അനദർ പോയിന്റ്. ലെറ്റ് ദാറ്റ് പോയിന്റ് ബി ഇതൊരു ബി ആയിക്കോട്ടെ. ദി കോർഡിനേറ്റ് ഓഫ് ദാറ്റ് വൺ എന്ന് പറയുന്നത് ഇതിൻ്റെ കോർഡിനേറ്റ്സ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ആ പെർപെൻഡിക്കുലേഴ്സ് എക്സ് വൈ ആക്സിസിൽ മീറ്റ് ചെയ്ത പോയിന്റ്സ് ആണ് ഇതിൻ്റെ കോർഡിനേറ്റ്സ്. പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് ദിസ് പോയിന്റ് ഗെറ്റ് ഇറ്റ്സ് കോർഡിനേറ്റ്സ് x2 y2. ലെറ്റ് ദാറ്റ് പോയിന്റ് ബി ഇറ്റ്സ് കോർഡിനേറ്റ് ഈസ് x2 y2. We have to find out the distance from A to B. ഈ ഡിസ്റ്റൻസ് എ മുതൽ ബി വരെയുള്ള ഈ ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എക്സ് ആക്സിസിൽ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് അറിയാം. എന്നപോലെ വൈ ആക്സിസിൽ രണ്ട് പോയിന്റ്സ് കാണുന്നതും അറിയാം. എക്സ് ആക്സിന് പാരലായിട്ടുള്ള ഒരു ലൈനിലെ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുന്നതും അറിയാം. വൈ ആക്സിസിന് പാരലായിട്ടുള്ളൊരു ലൈനിലെ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുന്നതും അറിയാം. ഇത് എക്സ് വൈ ആക്സിസിന് പാരലൽ അല്ലാത്ത രണ്ട് പോയിന്റ്സ് ഒരു ലൈനാണ്. ഇതിൻ്റെ ഡിസ്റ്റൻസ്, ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാണാം എന്നാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോർ ദിസ് വി ഹാവ് ടു മേക്ക് ദിസ് വൺ ആസ് ദി ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഹിയർ വി ഹാവ് ടു മേക്ക് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ടു ദാറ്റ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ദിസ് വൺ മസ്റ്റ് കം ആസ് ഇറ്റ്സ് ഹൈപ്പോട്ടന്യൂസ്. ഇത്രയും ലെങ്ത്ത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസായി വരുന്ന രീതിയിൽ നമ്മളൊരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യണം. ഫോർ ദാറ്റ് വി ഹാവ് ടു ഡ്രോ a parallel line to x-axis through this point. This one is the x-axis. A parallel line to x-axis is drawn through this point. X-axisന് parallel ആയിട്ട് ഈ പോയിന്റിലൂടെ നമുക്കൊരു ലൈൻ അങ്ങോട്ട് വരക്കാം. ഓക്കെ, when we have drawn a line like that will be there. എന്ന പോലെ വൈ ആക്സിസിന് പാരലായിട്ട് ഇതിന് പാരലായിട്ട് ഇതിലൂടെ ഒരു ലൈന് നമുക്ക് ഇങ്ങനെ വരക്കാം. അങ്ങനെ വരച്ച് കഴിയുമ്പം വി സി ദാറ്റ് ടു പോയിന്റ്സ് മീറ്റ് അറ്റ് എ പോയിന്റ്. അങ്ങനെ വരച്ച രണ്ട് പോയിന്റ്സും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. That point, let us determine what are the coordinates of this point. ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് പറയാൻ കഴിയുമോ എന്നുള്ളതാണ്. See, this point, let us think about this line. This line is parallel to x-axis. Therefore, all points on this line must get their y coordinates same. അപ്പം ഈ പോയിന്റിന് കിട്ടിയ y കോർഡിനേറ്റ് തന്നെ ആയിരിക്കണം ഇതിനും കിട്ടേണ്ടത്. ഇതിൻ്റെ y കോർഡിനേറ്റ് y1 ആണ്. Therefore, this one must get its y coordinate y1. What about its x coordinate? ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് പറയാം നമുക്ക് ഈ ലൈനിനെ കുറിച്ച് അറിയിക്കാം. ദിസ് വൺ ഈസ് എ ലൈൻ പാരലൽ ടു വൈ ആക്സിസ്. ദെർഫോർ ഓൾ പോയിന്റ്സ് ഓൺ ദിസ് ലൈൻ മസ്റ്റ് ഗെറ്റ് ദെയർ എക്സ് കോർഡിനേറ്റ് സെയിം. ഹിയർ ഇറ്റ് ഈസ് x2. അതുകൊണ്ട് ഇതിൻ്റെ കോർഡിനേറ്റിൽ എക്സ് കോർഡിനേറ്റ് x2 ആയിരിക്കണം. ദെർഫോർ ദി കോർഡിനേറ്റ്സ് ഓഫ് ദിസ് പോയിന്റ്, ഇതിനെ എ എന്നും ഇതിനെ ബി എന്നും സപ്പോസ് ചെയ്തുകൊണ്ട് ഇതിനെ നമുക്ക് സി എന്ന് പറയാം. ദിസ് പോയിന്റ് ഈസ് നൗ സി ആൻഡ് ഇറ്റ്സ് കോർഡിനേറ്റ്സ് ആർ x2 y1. ലെറ്റ് us മാർക്ക് ദാറ്റ് വൺ. Now, see the triangle ABC.
triangle ABC or triangle ACB, whatever be. This triangle is a right angle triangle. We have to get the distance from A to B. For that, we need to get the square of AB by applying Pythagoras, AC and BC. This one is a line parallel to x-axis. Line parallel to x-axis. We know the distance between 2 points on a line parallel to x-axis is the absolute value of the difference of x coordinates. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞതാണ് എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിൽ 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസിൻ്റെ ആബ്സൊല്യൂട്ട് വാല്യൂ ആണ്. Therefore, from this right triangle we can write down AB square will be equal to AC square plus BC square. Let us write that one as the first step, applying Pythagoras. AB square is equal to AC square plus BC square. Now what about AC square? Here this point is x1 y1, this point is x2 y1, whatever be. Their x coordinates differ. Difference of these x coordinate, x axis parallel ആയിട്ടുള്ള ലൈനിലെ 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ദാറ്റ് ഈസ് ആബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് x1 മൈനസ് x2. ആബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് x1 മൈനസ് x2 എന്ന് പറയുന്നതാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ട വാല്യൂ. എ സി മീൻ ഇറ്റ് ഈസ് ദി ആബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് x1 മൈനസ് x2. എസിൻ്റെ സ്ക്വയർ ആണ് എഴുതാനുള്ളത്. അപ്പം ആബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് x1 മൈനസ് x2ൻ്റെ സ്ക്വയർ, ഇതിൻ്റെ സ്ക്വയർ കൊടുക്കണം. ഈ ടേമിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്, ഇവിടെ ആബ്സൊല്യൂട്ട് വാല്യൂ എടുക്കുന്നത് ഉള്ളിൽ വരുന്ന നമ്പർ നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആക്കുന്നതിനാണ് ആബ്സൊല്യൂട്ട് വാല്യൂ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ആബ്സൊല്യൂട്ട് വാല്യൂ എടുത്തിട്ട്, അതായത് പോസിറ്റീവ് ആക്കിയിട്ട് സ്ക്വയർ കാണുന്നതും നെഗറ്റീവോട് കൂടി സ്ക്വയർ കാണുന്നതും സെയിം ഇഫക്റ്റ് ആണ് എന്നുള്ളത് കൊണ്ട്, സ്ക്വയർ കാണുന്നത് കൊണ്ട് ആബ്സൊല്യൂട്ട് വാല്യൂ എടുക്കാതെ തന്നെ നമുക്ക് സ്ക്വയർ കാണാം. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പോസിറ്റീവ് ആക്കിയതിൻ്റെ ശേഷം സ്ക്വയർ കാണുന്ന അതേ ഇഫക്റ്റ് തന്നെയാണ് നെഗറ്റീവോട് കൂടി സ്ക്വയർ കണ്ടാലും. Therefore, let us avoid this absolute symbol there. Therefore, let us write here this AC square can be written as absolute value of x1 minus x2 whole square can be written as x1 minus x2 whole square plus x1 minus x2 whole square plus what about this one? This one is a line parallel to y-axis. The difference between any 2 points on that line is the absolute value of the y differences. Therefore, here it is y2, here it is y1. Therefore, the distance between the 2 points on a line parallel to y-axis is absolute value of y1 minus y2. അപ്പോൾ അതിൻ്റെ സ്ക്വയർ കാണുമെന്ന് പറഞ്ഞാൽ ആബ്സൊല്യൂട്ട് ആക്കിയിട്ട് സ്ക്വയർ കാണുന്നതിന് പകരം ആബ്സൊല്യൂട്ട് ഇല്ലാതെ തന്നെ സ്ക്വയർ കണ്ടാൽ മതി. ഓക്കെ, therefore, instead of writing BC square, looking the coordinates, let us write it is y1 minus y2 whole square. Okay, therefore we see AB square is now x1 minus x2 whole square plus y1 minus y2 whole square. എന്ന് പറഞ്ഞാൽ എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് പറയാൻ നമ്മൾ ഈ 2 കോർഡിനേറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. മറ്റു വാല്യൂസിനൊന്നും ഉപയോഗിക്കാതെ ഈ 2 കോർഡിനേറ്റ്സ് മാത്രം ഉപയോഗിച്ചിട്ട് എ ബി സ്ക്വയർ പറയാൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രോം എ ടു ബി എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. ദറ്റ് ഈസ് എ ബി വിൽ ബി ഈക്വൽ ടു, ദെൻ ഇറ്റ് ഈസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് x1 minus x2 whole square plus y1 minus y2 whole square. See, it is square root of x1 minus x2 whole square plus y1 minus y2 whole square. See, the distance if x1 y1 and x2 y2 are 2 points on a plane, the distance between that 2 points is square root of x1 minus x2 whole square plus y1 minus y2 whole square. It is very important result. You have to draw such a figure there, this xy axis and numbers on it, and these points a x1 y1, c x2 y2, b x2 y2, and a b c and their coordinates should be written there, and write down this much notes in your notebook. Draw such a figure and this one there in your notebook. 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുലയാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം കൂടെ ഇത്രയും എഴുതിയതിൻ്റെ ശേഷം ശ്രദ്ധിച്ചോളൂ. ഹിയർ 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഇവിടെ വേറൊരു കാര്യം കൂടി എഴുതാണ്. ഇഫ് വി കൺസിഡർ എ പോയിന്റ് ഹിയർ സംവെയർ, ലെറ്റ് ദിസ് ബി എ പോയിന്റ്. ഈ പോയിന്റ് നമ്മളൊരു പോയിന്റ് ഇവിടെ കാണാണ്. ലെറ്റ് ദി കോർഡിനേറ്റ് ഓഫ് ദാറ്റ് പോയിന്റ് ബി എക്സ് വൈ ലൈക്ക് ദാറ്റ്. A
xy be that point. ഒറിജിനിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എന്താണെന്നുള്ളതാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത്. വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു ദാറ്റ് പോയിന്റ്? ഈ ഡിസ്റ്റൻസ് പറയാൻ നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ്, ദറ്റ് മീൻ ദിസ് ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എന്താണെന്നുള്ളതാണ്, ഈ ഡിസ്റ്റൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഈ ഡിസ്റ്റൻസ് പറയാൻ, ദിസ് ഡിസ്റ്റൻസ്, ടു ടെൽ ദിസ് ഡിസ്റ്റൻസ് വി ഹാവ് ടു മേക്ക് ദിസ് വൺ ആസ് ദി hypotenuse of a right triangle. For that we have to drop a perpendicular to x-axis. Where that foot of the perpendicular fall, that point, let us mark it there. What is the coordinate of this point? ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് നമുക്കറിയാം. ആസ് ഇറ്റ് fall at x-axis and this point get there x, it's x coordinate. X mean here ഇവിടെ ഉണ്ടായിരുന്ന നമ്പർ x ആയിരിക്കും. Therefore the coordinate of this point is x0. ഓക്കെ, ഇവിടെ x0 ആണ് ഈ പോയിന്റ് എന്നെങ്കിൽ ഈ ഡിസ്റ്റൻസ് x ആയിരിക്കും. ദാറ്റ് ഡിസ്റ്റൻസ് വിൽ ബി x, ലൈക്ക് ദാറ്റ് ദിസ് ഡിസ്റ്റൻസ്, ഹൗ മച്ച് വിൽ ബി ദിസ് ഡിസ്റ്റൻസ്? ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ദിസ് ഡിസ്റ്റൻസ് വിൽ ബി, വി സി ദിസ് ഡിസ്റ്റൻസ് വിൽ ബി y. ഇത് y ആയിരിക്കും. ആസ് ദിസ് പോയിന്റ് ഈസ് y, this y coordinate is y, mean when we have dropped a perpendicular from this vertex to y axis, it will be like that. And so the number here of lying at the y axis, y ആക്സിസിൽ ഇവിടെ കിടക്കുന്ന പോയിന്റ് y ആയതുകൊണ്ടാണ് ഇവിടെ y എന്ന് കിട്ടിയിട്ടുള്ളത്. ഇവിടെ y കിട്ടി, ഇവിടെ 2 ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 2 ആണ്. ഇവിടെ 3 ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 3 ആണ്. ഇവിടെ y ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ദിസ് ഡിസ്റ്റൻസ് ഈസ് y, therefore ദിസ് ഡിസ്റ്റൻസ് ഈസ് ഓൾസോ y. ഈ ഡിസ്റ്റൻസും അപ്പോൾ y ആയി നിൽക്കണം. Okay, now this right triangle get its base and altitude x and y. Therefore, what about this hypotenuse? Hypotenuse square is equal to, or hypotenuse is equal to, or this hypotenuse എന്ന് പറഞ്ഞതിന് പകരം നമുക്ക് ഇങ്ങനെ പറയാം, the distance from origin to that point is equal to square root of x square plus y square. So simple it is. See, that one is square root of x square plus y square. Now we have got the distance to any point from the origin. If its coordinate is xy, the distance from origin to that point is square root of x square plus y square. If the 2 points are x1 y1 and x2 y2, the distance between them is square root of x1 minus x2 whole square plus y1 minus y2 whole square. These two things should be written in your note. You have to draw such a figure and have written this one in your notebook. Now let us have some problems done. Read the first question. In the figure, one side of the equilateral triangle is 4 units. Find the coordinates of the vertices of the triangle. Here an equilateral triangle is given. Its one side lies on the x-axis with one vertex at the origin. Given its one side is 4 units, we need to determine the coordinates of all these 3 vertices. For that, let us redraw the xy axis here. A rough figure of x-axis is drawn. See, x-axis, let this be the part of the x-axis and let this be the y-axis and here the origin. We place an equilateral triangle with one vertex of the equilateral triangle at the origin and the other vertex at the x-axis and the third one here like that. And so let this be the equilateral triangle drawn. It is set, this distance is 4 units. Since this vertex of the equilateral triangle is at the origin, its coordinates will be 0, 0. We know the coordinates of the origin, it is 0, 0. Now this vertex, this distance 4 mean the number here it will have written in x-axis will be 4. We know all points on the x-axis get its y coordinate 0. Therefore this point get its coordinate 4, 0. Now 2 vertices. We have determined the coordinates of 2 vertices. Now what will be the coordinate of the third one, this one? For that, let us drop a perpendicular. This is equilateral triangle. We can draw a perpendicular from this vertex to the base. When we have drawn a perpendicular, it will be like that. Now at first, this triangle is an equilateral triangle and so this angle will be 60 degree and this one will be 30 degree. This angle will be 30 degree, that angle 30 degree and so this will be 90 degree because we have drawn perpendicular. Okay, now we know this length is 4 units so that this length can be calculated. Our aim is to determine the coordinate of these vertices. For that we have to find out the number obtained
or where these foot of the perpendicular fall on x-axis. x-axis എവിടെയാണ് ഈ ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ വീണിട്ടുള്ളത് അവിടെയുള്ള നമ്പറാണ് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് വരാനുള്ളത്. വി നോ ദിസ് ലെങ്ത് ഈസ് 4 യൂണിറ്റ്സ്, സോ ദാറ്റ് ദിസ് വിൽ ബി ഹാഫ് ഓഫ് ദാറ്റ് വൺ, ദെയർഫോർ ദിസ് ലെങ്ത് വിൽ ബി 2 യൂണിറ്റ്സ്. It can be seen this triangle is a 30 degree, 60 degree, 90 degree triangle. Its sides will be in the ratio 1:√3:2. Now here this length is 2 units, mean the number here will have written in x-axis will be 2. ഇവിടെ എഴുതിയിട്ടുണ്ടാകുന്ന നമ്പർ 2 ആയിരിക്കണം. അതുകൊണ്ട് ഈ ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ വീഴുന്ന പോയിന്റിലുള്ള നമ്പർ 2 ആയതുകൊണ്ട് ദിസ് പോയിന്റ് ഗെറ്റ്സ് ദി എക്സ് കോർഡിനേറ്റ് 2. ഇനി അതിൻ്റെ വൈ കോർഡിനേറ്റ് എന്താണ് എന്ന് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതുള്ളൂ. ഈ വൈ കോർഡിനേറ്റ് തീരുമാനിക്കുന്നത് ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ അത് എവിടെ ചെന്ന് വീഴുന്നു എന്നുള്ളതാണ് ആ വൈ കോർഡിനേറ്റ് തരുന്ന നമ്പർ. ഇവിടെയുള്ള നമ്പർ എന്തായിരിക്കും എന്നുള്ള വൈ ആക്സിസിലുള്ള നമ്പർ ആയിരിക്കും ഇതിൻ്റെ വൈ കോർഡിനേറ്റ് പറ്റി വരാനുള്ളത്. ഇവിടെയുള്ള നമ്പർ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എന്താണെന്ന് പറയാൻ അതിന് ഈ ഡിസ്റ്റൻസ് കിട്ടിയാലും മതി. ഇത് 30, 60, 90 ആയതുകൊണ്ട് 30 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡ് 2 ആണെങ്കിൽ 60 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡ് അതിൻ്റെ √3 ടൈംസ് ആയിരിക്കും എന്ന് പറയുന്നത് കൊണ്ട് ദിസ് ലെങ്ത് വിൽ ബി √3 ടൈംസ് ഓഫ് ദിസ് വൺ, മീൻ ദിസ് വിൽ ബി 2√3. ഇത് 2√3 ആയിരിക്കും. ഓക്കെ, ഇത് 2√3 ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസും 2√3 ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ടാകേണ്ട നമ്പർ 2√3 ആയിരിക്കും. Therefore we see the x coordinate of this point is 2 and y coordinate of that point is 2√3. Therefore the third vertex of the equilateral triangle is 2√3. Let us write it like this, 2√3. Now we have determined all the 3 vertices of the triangle. Okay, now the coordinates of these 3 vertices are now known, and you can write such a question and this figure there. Then after that this answer figure, mark all these angles and these coordinates in your figure. Now let us go to next question. Now let us have the second question. Read the question, see the figure. Determine the coordinates of all vertices of the parallelogram. Here a parallelogram is given. Its one side is on x-axis and one vertex is at the origin. Here this side of the parallelogram makes a 60 degree angle with the x-axis. ഈ പാരലോഗ്രത്തിൻ്റെ ഒരു സൈഡ് നിൽക്കുന്നത് x-ആക്സിസിൻ്റെ ഒരു സൈഡിൻ്റെ എൻഡ് നിൽക്കുന്നത് x-ആക്സിസിലെ 5-ലാണ്. മീൻ ദിസ് മച്ച് ലെങ്ത് ഈസ് 5 യൂണിറ്റ്സ്. This one is given as 4 units. We need to find out the vertices of all this parallelogram. For that, let us redraw the parallelogram again. ഈ പാരലോഗ്രത്തിനെ നമ്മളൊന്ന് മാറ്റി വരയ്ക്കുകയാണ്. A rough figure is drawn here. Here, this one is 60 degree here. This one 4 centimeter. This much length is 5 units. Okay, we know the coordinate of this vertex is 0, 0, and this one is at the 5 on x-axis, means the coordinate of this point will be 5, 0 like that. Let us mark that too. ഇത് ഒറിജിനൽ ആയതുകൊണ്ട് അതിൻ്റെ കോർഡിനേറ്റ് 0, 0 ആയിരിക്കും. Okay, therefore these 2 points are now determined, 0, 0 and 5, 0. ഇനി നമുക്ക് ഈ 2 പോയിന്റ്സ് ഇതിനെ ഡിറ്റർമിൻ ചെയ്യാനുള്ളൂ. Now here this angle is 60 degree. We know the properties of a 60, 30, 90 degree triangle. നമ്മൾ ഈ വെർട്ടെക്സിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ചാൽ there will be a 90 degree angle at the bottom and here this will be 30 degree. A 30, 60, 90 degree triangle property നമുക്കറിയാം. And so to determine the other vertices, to determine the coordinates of other vertices, let us drop a perpendicular from this vertexes to x-axis. x-axisലേക്ക് ഒരു പെർപെൻഡിക്കുലർ നമ്മൾ ഈ വെർട്ടെക്സിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് വരച്ചാൽ it will be like that. Okay, ആ ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ നമുക്കത് ശ്രദ്ധിക്കാം. ഹിയർ ദിസ് ആംഗിൾ വിൽ ബി 90 ഡിഗ്രി ആൻഡ് സോ ദിസ് വിൽ ബി 30 ഡിഗ്രി. നൗ ദിസ് 30, 60, 90 ഡിഗ്രി ട്രയാങ്കിൾ ഗെറ്റ് 4 സെൻറ്റിമീറ്റർ ഓർ 4 യൂണിറ്റ്സ് ഫോർ ദി സൈഡ് അഗെയിൻസ്റ്റ് ടു 90. 90 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡ് 4 ആണെങ്കിൽ 30 ഡിഗ്രിൻ്റെ ഓപ്പോസിറ്റുള്ള ദിസ് ലെങ്ത് വിൽ ബി 2. അത് 2 ആയിരിക്കും. ഈ ലെങ്ത്ത് 2 ആണെന്നുണ്ടെങ്കിൽ 60ൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ലെങ്ത്ത് ഇതിൻ്റെ √3 ടൈംസ് ആയിരിക്കും 2√3. ദാറ്റ് വി ഹാവ് സീൻ ഇൻ ദി ഫോർമർ പ്രോബ്ലം. ഓക്കെ, ഇത് 2√3 ആണ്. അപ്പോൾ ഈ ലെങ്ത്ത് 2ഉം ഇത് 2√3 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ആ ഡിസ്റ്റൻസ് 2√3 നമ്മൾ നേരത്തെ
ക്വസ്റ്റ്യനിൽ പറഞ്ഞു കഴിഞ്ഞു. Therefore the coordinate of this point is here, this distance 2 mean the number here it will have written will be 2. Therefore the coordinate of this point will be 2 root 3. ഓക്കെ, ഇനി നമുക്ക് ഒരൊറ്റ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സേ കിട്ടേണ്ടതുള്ളൂ. ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടണം. ഫോർ ദാറ്റ് let us drop a perpendicular from this vertex downwards to x-axis. അങ്ങനെ നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ we will get two triangles. Let us prove that two triangles are equal triangles. ഈ പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ we see here will be this angle is 90 degree. This angle 60 degree mean this angle also will be 60 degree. This will be 30 degree. ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് കാണാൻ പറ്റും നമുക്ക്. ഇത് 2 ആയതുകൊണ്ട് ദിസ് ഡിസ്റ്റൻസ് ഈസ് ഓൾസോ 2 യൂണിറ്റ്സ്. ഓക്കെ, അങ്ങനെ ഇത് 2 root 3 ആയതുകൊണ്ട് ദിസ് ഡിസ്റ്റൻസ് ഈസ് ഓൾസോ 2 root 3. ഓക്കെ, now this line is a line parallel to x-axis because this one is a parallelogram. This side, this line parallel to x-axis mean all points on this line must get their y coordinates same mean as this point gets y coordinate 2 root 3, this point also gets y coordinate 2 root 3. ഇതിൻ്റെ y coordinate 2 root 3 ആണ് എന്ന് തന്നെ മനസ്സിലായി. ഇനി നമുക്ക് കാണാം ദിസ് ഡിസ്റ്റൻസ് 2 ഓക്കെ എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള പോയിന്റ്, ഇവിടെ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് 50 ആണെന്നുണ്ടെങ്കിൽ നമ്പർ ലൈനിൽ എക്സ് ആക്സിസിൽ ഇവിടെ എഴുതിയിട്ടുള്ള നമ്പർ 5 ആണ്. ഇനി ഈ ഡിസ്റ്റൻസ് 2 ആണെന്ന് പറയുമ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ടാകേണ്ട നമ്പർ ഡിസ്റ്റൻസ് 2 ആണ്, അതുകൊണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ടാകേണ്ട നമ്പർ 7 ആണ്. അതുകൊണ്ട് ഈ പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചാൽ അത് വീഴുന്ന പോയിന്റ് 7 ആണ്. Therefore the x coordinate of this point is 7 and y coordinate that we have already told it is 2 root 3. Therefore the coordinate of this point is 7 2 root 3. Now we have written all the vertices of the parallelogram given. You can draw such a rough figure, then mark all these vertices there. If explanation needed, you can write down as it is needed there. Now let us have a next question. Read the question. Two opposite vertices of a rectangle are -3 -1 2 5. If its vertices are parallel to axis, determine the coordinates of other vertices. Determine the length of the diagonal. Need not to draw axis. Here, these are two opposite vertices of a rectangle. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സ് ആണ് ഈ തന്നിട്ടുള്ളത്. ഇഫ് ഇറ്റ്സ് സൈഡ്സ് ആർ പാരലൽ, നമ്മളോട് പറയുന്നത് അങ്ങനെയുള്ള റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സൊക്കെ ആക്സസിന് XY ആക്സിസുകൾക്ക് പാരലൽ ആയിട്ടാണ് നിലകൊള്ളുന്നത്. We need to determine the coordinates of the other vertices. അവിടെ നമ്മളോട് ആക്സസ് വരയ്ക്കേണ്ടതില്ല എന്ന് പറഞ്ഞാണ്ട് ഡയഗണലിൻ്റെ ലെങ്ത് കാണാനും പറഞ്ഞാണ്. ആൻഡ് സോ അറ്റ് ഫസ്റ്റ് ലെറ്റ് us determine one point. ഈ -3 -1 എന്ന് പറയുന്നൊരു പോയിന്റിനെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് അങ്ങ് കൊടുക്കാം. ഞാനിവിടെ ഒരു പോയിന്റിനെ അങ്ങോട്ട് ഫിക്സ് ചെയ്യാണ്. ലെറ്റ് ദാറ്റ് പോയിന്റ് ബി -3 -1. ദിസ് പോയിന്റ് ഈസ് -3 -1. ഓക്കെ, നമുക്ക് ആക്സസ് വരയ്ക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് വേർ വിൽ ബി 2 5. ഇനി ആക്സസ് വരക്കാതെ തന്നെ 2 5 അപ്രോക്സിമേറ്റ്ലി വേർ വി ക്യാൻ മാർക്ക് 2 5. ഈ -3 -1 ബേസ് ചെയ്തിട്ട് 2 5 എവിടെ ആയിരിക്കും? -3 ഈസ് ഇറ്റ്സ് എക്സ് കോർഡിനേറ്റ്. ദെൻ യു ക്യാൻ ഇമേജിൻ ഇൻ യുവർ മൈൻഡ് വേർ ഈസ് എക്സ് ആക്സിസ് ആൻഡ് വേർ ദിസ് -3 ഈസ് ദർ ഓൺ ദാറ്റ് എക്സ് ആക്സിസ്. അപ്പം ഈ പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ -3 അത് അതിൻ്റെ ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ നിലകൊള്ളുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദി പോയിന്റ് ഹൂസ് എക്സ് കോർഡിനേറ്റ് ഈസ് 2 വേർ വിൽ ബി ദാറ്റ് വൺ. ഈ -3 സപ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ് കോർഡിനേറ്റ് 2 ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ -3ൻ്റെ റൈറ്റ് സൈഡിലേക്കായിരിക്കും പോയിട്ടുണ്ടാകുക. അപ്പം നമ്മൾ അടുത്ത പോയിന്റ് 2 5 എന്ന് പറയുന്ന പോയിന്റ് ഈ -3 1ൻ്റെ റൈറ്റ് സൈഡിലാണെന്ന് മനസ്സിലായി. ഇനി ഇറ്റ്സ് y കോർഡിനേറ്റ് ഈസ് -1 എന്ന് പറഞ്ഞാൽ y ആക്സിസിലെ -1 നിങ്ങൾക്ക് ഇമേജിൻ ചെയ്യാം. ഓക്കെ, y ആക്സിസിലെ 5 ഇമേജിൻ ചെയ്യാം. -1 ഇവിടുന്ന് y ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചിട്ട് -1 ചെന്നാണ് വീണിട്ടുള്ളത് എന്നർത്ഥം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 ചെന്ന് വീഴണമെന്നുണ്ടെങ്കിൽ ആ പോയിന്റ് എവിടെ ഇരിക്കണം? അപ്പം ഒരു കാര്യം നേരത്തെ പറഞ്ഞു, ആ പോയിന്റ് റൈറ്റ് സൈഡിലെന്ന് പറഞ്ഞു. ഇനി 5 അത് മുകളിലായിരിക്കണം, ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കണം ആ പോയിന്റ്. ഓക്കെ, നൗ വി ക്യാൻ അപ്രോക്സിമേറ്റ്ലി മാർക്ക് ദി പോയിന്റ്സ് ലൈക്ക് ദാറ്റ്. ദാറ്റ് പോയിന്റ് ഈസ് 2 5. നമ്മൾ പറയുകയാണെങ്കിൽ ഈ പോയിന്റാണ് 2 5 എന്നുള്ളത്. ഓക്കെ,
Now, these are the opposite vertices of a rectangle to be drawn, and so let us draw a rough figure of the rectangle now, but it is said its sides are parallel to axis. X-axis എങ്ങനെ നിലകൊള്ളുന്നത് നമുക്കറിയാം. അപ്പം അതിന് പാരലായിട്ടായിരിക്കണം ഈ പോയിന്റിലൂടെ പാസ് ചെയ്തിട്ടുള്ള വൺ സൈഡ്. ഇത് ഈ പോയിന്റിലൂടെ പാസ് ചെയ്തിട്ടുള്ള പെർപെൻഡിക്കുലർ ലൈൻ ആയിരിക്കും അതിൻ്റെ മറ്റേ സൈഡ്. അങ്ങനെ നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെക്റ്റാങ്കിൾ പാരലൽ ടു ആക്സസ്, ഇത് ഓപ്പോസിറ്റ് വെർട്ടിസസ് ആയിക്കൊണ്ട് ഇതിലൂടെ എക്സ് ആക്സിന് പാരലായിട്ടും ഇതിലൂടെ വൈ ആക്സിന് പാരലായിട്ടും ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ റെക്റ്റാങ്കിളിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. സി ഇറ്റ് വിൽ ബി സച്ച് എ റെക്റ്റാങ്കിൾ. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും ആ റെക്റ്റാങ്കിൾ ഉണ്ടായിരിക്കുക. ഇനി ഈ രണ്ട് പോയിൻറ്റ്സിൻ്റെ വെർട്ടിസസ് നമുക്ക് വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റും. ദിസ് വൺ ഈസ് എ ലൈൻ പാരലൽ ടു വൈ ആക്സിസ്, ദെർഫോർ ഓൾ എക്സ് കോർഡിനേറ്റ്സ് ഷുഡ് ബി ഈക്വൽ ഓൺ ദിസ് ലൈൻ. അതുകൊണ്ട് ഈ പോയിന്റിലുള്ള ഈ പോയിന്റ്, ഈ വെർട്ടക്സ് ഈ ലൈനിലുള്ളതാണ്. ഇത് വൈ ആക്സിസിന് പാരലാണ്. അതുകൊണ്ട് എക്സ് കോർഡിനേറ്റ്സുകളൊക്കെ സെയിം ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് 2 തന്നെ ആയിരിക്കണം. Okay, like that, this one is a line parallel to x-axis, therefore all points on this line must get its y coordinate same, mean this point also must get the same y coordinate as it is here, it is -1. Therefore the coordinate of this point is 2 - 1. Okay, let us mark it, that is 2 - 1. Now what about this point? ഈ പോയിന്റ് ഇതേപോലെ നമുക്ക് പറയാം. This one is a line parallel to x-axis, therefore y coordinate should be same as that of this one. ഇതിൻ്റെ y coordinate 5 ആണെന്ന് മനസ്സിലായി. What about its x coordinate? X coordinate ഇതിൻ്റെ തന്നെ ആയിരിക്കും. This one is a line parallel to y axis, all x coordinates should be equal, mean this point is -3, 5. Let us mark that one. Now one part of the question is over. We are asked to determine the coordinates of other vertices. That's okay. Now determine the length of the diagonal. That means we have to find out this much length. ഈ ലെങ്ത് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദിസ് ലെങ്ത് ഈസ് ടു ബി കാൽക്കുലേറ്റഡ്. വി നോ ദീസ് ആർ 2 points on a plane. To find this one can be supposed as x1 y1, this one is x2 y2. Therefore the distance between 2 points is square root of x1 minus x2 whole square plus y1 minus y2 whole square. Now we can find out the square of this diagonal. Diagonal square will be then square root പറയുന്നതിന് പകരം നമുക്ക് സ്ക്വയർ ആയിട്ട് തന്നെ പറയാം. Therefore diagonal square will be x1 minus x2 whole square plus y1 minus y2 whole square. Okay, now this one is our x1 y1, this one is x2 y2. Okay, xകൾ തമ്മിലുള്ള ഡിഫറൻസിൻ്റെ സ്ക്വയർ, വൈകൾ തമ്മിലുള്ള ഡിഫറൻസിൻ്റെ സ്ക്വയർ. ഹിയർ x1 ഈസ് -3, x2 ഈസ് 2. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി -3. x1ന് പകരം നമുക്ക് -3 കൊടുക്കാം. ഈ x2ന് പകരം നമുക്ക് 2 കൊടുക്കാം. Therefore -3 - 5 whole square plus y1 minus y2. y1 is -1. അപ്പോൾ y1ൻ്റെ സ്ഥാനത്ത് -1 കൊടുക്കാം. ദിസ് മൈനസ് y2ൻ്റെ സ്ഥാനത്ത് നമുക്ക് 5 എന്ന് കൊടുക്കാം. Therefore -1 - 5 whole square it is there then. Now what about this one? -3 - 2, inside the bracket it will be -5. -5 square will be 5 square, and so this will be 5 square. What about this one? 5 square, we know it is 25. This one is -1 - 5 is -6. -6 square is 6 square also. Therefore 6 square is 36. Therefore this will be 25 plus 36. 25 plus 36, that's equal to 61. Therefore square of the diagonal is 61. Therefore diagonal will be the square root of that. Therefore diagonal is square root of 61. Let us write like that. Okay, now we have determined the length of the diagonal also. You can write such a question there, then a rough figure like that, then mark all the coordinates of the vertices, then write down the steps to record to get the length of the diagonal like this in your notebook. Have it done. Now let us have one more problem. Here the problem. See the figure and read the question. In the figure, A and B are points on the circle with the center at the origin. Find the coordinates of A and B. We are asked to determine the coordinates of these 2 points on the circle. Then we have to find out the distance between them. Okay, after first having found the coordinates of A and B, we have to find the distance from A to B using distance formula. Okay, let us redraw the figure again.
For answer, let us redraw the figure. And so here, this one is 30 degree, here this angle is 90 degree. Now, to get the coordinates of A, if you drop a perpendicular from A to x-axis, were it to fall on x-axis, there the 90 degree angle and this one 30 degree, therefore the remaining angle here it will be 60 degree. And so it says one side is 2 centimeter, is 2 units is known, we can calculate all other sides. Hence, we will get the coordinates of A. And so, let us drop a perpendicular from A to x-axis. When we drop a perpendicular, it will be like this. See, we will get a perpendicular there. Where that perpendicular fall at x-axis, let us name it by P like that. Now, this angle is now 90 degree. As that angle is 90 degree, this one 30 degree means this angle will be 60 degree. Therefore, this triangle is a 30, 60, 90 degree triangle. We know the ratio of the sides of a 30, 60, 90 degree triangle. 90 degree triangle, 90 degree angle, opposite side. 90, here this angle is 90 degree, so opposite side is 2 mean, this will be its half. Therefore, this will be 1. That length will be 1 then. Okay, now 60 degree opposite side should be root 3 times of this one mean, this length will be root 3. Let us denote that one by root 3. Now, this length is root 3 mean the number written here on x-axis will be root 3. If this height is 1 mean when we drop a perpendicular to y-axis, there the number will be 1. Therefore, the coordinates of this vertex A will be root 3, 1. Now, we have determined the coordinate of one vertex A. Now, we have to calculate the coordinate of the vertex B also. Now, we see this one 90, this one 30 mean, and since these three angles together 180, the remaining angle this will be 60 degree. That angle we can calculate as 60 degree. Now, let us make here also such a triangle. For that we have to drop a perpendicular from vertex B to x-axis. When we drop such a perpendicular there, this angle will be 90 degree, this one as it is 60, this remaining this angle will be 30 degree. Okay, now we have found this one 2 units, radius is 2 units means here also this one is 2 units. Okay, then let us mark the foot of the perpendicular by Q like that. Now, this radius is 2 units means this one is also 2 units, therefore a 30, 60, 90 degree triangle get its hypotenuse 2 units means 30 degree opposite side should be 1, 60 degree opposite side should be root 3. നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെയും കാണാം. അല്ലെങ്കിൽ ഈ ട്രയാങ്കിൾ ഒ എ പിയും ട്രയാങ്കിൾ ഒ ബി ക്യൂവും റേഡിയസുകൾ ഈക്വൽ ആയതുകൊണ്ട് അവിടെ എൻഡിലുള്ള രണ്ട് ആംഗിൾസും ഈക്വൽ ആയതുകൊണ്ട് വി ക്യാൻ ടെൽ ദീസ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻസ്. Therefore, OQ is 1, 30 degree opposite side ഇവിടെയുള്ള പോലെ 1 ആണെങ്കിൽ BQ root 3 ആയിരിക്കും. നമുക്ക് അങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ OQ is 1 and BQ is root 3 units. OQ1 means the distance OQ is 1. Therefore, the number here written will be -1. ഈ ഡിസ്റ്റൻസ് ആണ് 1 എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ടാക്കുന്ന നമ്പർ -1 ആയിരിക്കും. Therefore, the x coordinate of B will be -1. ഈ ബി ക്യൂ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് റൂട്ട് 3 ആണ്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ അവിടെയുള്ള നമ്പർ റൂട്ട് 3 ആയിരിക്കും. Therefore, the coordinates of this B will be -1 root 3. See, the coordinates of that point B will be, and so let us write it is -1 root 3. Now we have determined the coordinates of A and B. Now the only thing left there is to find out the distance from A to B. A മുതൽ B വരെയുള്ള ഡിസ്റ്റൻസ് കാണാൻ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യൊന്നും വേണ്ട, ബിക്കോസ് ഹിയർ ഇറ്റ് ഈസ് 90 ഡിഗ്രി. ആസ് വി ജോയിൻ A and B, we see we will get an isosceles right angled triangle. If this one is 2, this one is also 2 mean this will be 2 root 2 എന്ന് നമുക്ക് ഐസോസെലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് പറയാവുന്നതേ ഉള്ളൂ. ബട്ട് ഇറ്റ് ഈസ് ടോൾഡ് ദി ക്വസ്റ്റ്യൻ ടു അപ്ലൈ ഡിസ്റ്റൻസ് ഫോർമുല there. അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹെൻസ് ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അവിടെ ഡിസ്റ്റൻസ് ഫോർമുല തന്നെ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുന്നത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുകയാണ്. അപ്പോഴും നമുക്ക് 2 root 2 എന്നുള്ളൊരു ആൻസറിൽ എത്തിച്ചേരണം. നൗ ഡിസ്റ്റൻസ് ഫ്രം A to B, അതിന് വേണ്ടിയിട്ട് നമുക്ക് AB² കാണാം. AB² we know it is x1 minus x2 whole square plus y1 minus y2 whole square.
That is the formula. ഇവിടെ x1 y1 എന്ന് പറഞ്ഞാൽ √3 1ഉം x2 y2 എന്ന് പറയുന്നത് -1 √3 ആണ്. Therefore x1 minus x2 എന്ന് പറഞ്ഞാൽ √3 minus -1 whole square plus 1 minus √3 whole square എന്നുള്ളതിലായിരിക്കും. ദാ x1 minus x2. √3 is x1, this one is x2. Therefore √3 minus -1 whole square plus y1 minus y2 എന്ന് പറയുന്നതിന് പകരം 1 minus √3 whole square. ഓക്കെ, നമ്മൾ എ ബി സ്ക്വയർ ആണ് കാണുന്നത്. എ ബി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ റൂട്ട് ഇട്ട് കൊടുക്കണം. നൗ what about √3 minus -1? It will be √3 plus 1 whole square. Now 1 minus √3 also can be written as √3 minus 1 whole square. Let us write that one. √3 minus -1 whole square will be √3 plus 1 whole square. 1 മൈനസ് √3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാലും √3 മൈനസ് 1ൻ്റെ സ്ക്വയർ ഏത് ഓർഡറിൽ എഴുതിയാലും സെയിം ആണ്. നമ്മൾ ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാൻ കാരണം ദിസ് വൺ ഈസ് ഇൻ ദി ഫോം ഓഫ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, ദിസ് വൺ ഈസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. അങ്ങനെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ടുഗദർ വിൽ ബി 2 ടൈംസ് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ലെറ്റ് us write that one. Therefore it is here 2 times of √3 square plus 1 square. 2 times of √3 square plus 1 square will be what? √3 square is 3, 1 square is 1. Therefore 3 plus 1 is 4, 4 into 2, it is 2 into 4, 2 into 4 we know it is 8. Therefore AB square is 8, therefore AB will be √8, √8 we know it is 2 √2. Okay, now we have found the distance between A and B. Okay, you can draw such a figure there, then write these steps as the answer to this question. Now, the first homework. Read the question. Here this question asks you, if you draw a circle with the center at 1, 1 and radius √2, that circle cut the axis at points. You have to find out the coordinates of those points. Draw such a rough figure and mark there a 1, 1. The point 1, 1, then draw a circle of radius √2 approximately, then determine the points where that circle cut the axis. Okay, now the next question. Read the question. 3 coordinates of the vertices. Coordinates of the vertices of a triangle are given. You need to determine the circumcenter and circumradius. You can suppose the circumcenter as xy, then find the distance to these points in terms of x and y. You will get 2 pair of equations and solve it. You will get the value of x and y. Then you can find out the radius, circumradius in terms of distance formula. Now this one, third question. Here opposite vertices of 2 rectangles are given. See, these are 2 opposite vertices of a rectangle. You need to find out other vertices, other coordinates of the other vertices, and also the length of the diagonal. There you need not to draw the axis because here it is said the sides of the rectangle are parallel to the axis. You need only to draw an approximate figure there. These 3 questions do yourself as homework. Now, let us stop. Thanks.